മഴ ശക്തിപ്പെട്ടാൽ വിദ്യാർത്ഥികൾ അതാത് കളക്ടർമാരോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഇന്ന് അവധിയുണ്ടോ എന്ന്. അങ്ങനെ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ നൽകിയ ഒരു മറുപടി വൈറലായി. ഇപ്പോൾ കളക്ടർ പ്രേംകൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്നത് കളക്ടർ മാമൻ എപ്പോഴാണ് അവധി എടുക്കുക? ഒരു മാസം എത്ര ദിവസം അവധി എടുക്കും? ഞാൻ അവധി എടുക്കുന്നതോ? ഞാൻ അങ്ങനെ അവധി എടുക്കാറില്ല. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവധി ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പലപ്പോഴും എന്താ പറയുക, നമുക്ക് ജോലി തിരക്കുകൾ ഉള്ളത് കൊണ്ടും പിന്നെ ഇപ്പം മഴയുടെ സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ യുദ്ധത്തിൻ്റെ സാഹചര്യം, അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റേഷൻ വിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 2-3 മാസം മുന്നെയാണ് ഒരു ലീവ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉടനെ അടുത്തിടയ്ക്കെങ്കിലും ലീവ് എടുത്തിട്ടുമില്ല. ഇനിയിപ്പോൾ ഉടനെയെങ്കിലും ലീവ് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ മലയാളത്തിൽ ആ കുട്ടി ചോദിച്ച ഒരു ചോദ്യം, അതിന് മലയാളം ടൈപ്പ് ചെയ്തപ്പോൾ ഉള്ള ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അപ്പോൾ ചിലർക്ക് വിമർശിക്കുന്നുണ്ട്, എഴുതുകയല്ലല്ലോ ഇത്, മൊബൈലിൽ ടൈപ്പ് ചെയ്യുകയല്ലേ, അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു അറിയാതെ പറ്റിയൊരു പിഴവായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതെ, ആയിരിക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം നമുക്കിപ്പം ആ കുട്ടിയുടെ ഇപ്പം ഒരു എബിലിറ്റി ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യുന്നൊരു കാര്യമല്ല നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം ചിലപ്പോൾ മേ ബി മലയാളം അറിയാത്തൊരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആപ്പിൽ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റ് പറ്റിയതായിരിക്കാം എന്ന് പറയും. പക്ഷേ മലയാളം ആൾക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ഏകദേശം അതിന് ക്ലിയർ ആണ്. ഇപ്പം നമ്മളിപ്പോൾ ആപ്പിൽ ടൈപ്പ് ചെയ്താൽ പോലും നമുക്ക് വായിക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാമല്ലോ എന്ന് പറയാം. അപ്പോൾ അത്രയും തെറ്റ് വന്നപ്പോഴത്തേക്കും ഞാനൊന്ന് തിരുത്തുന്ന രീതിയിൽ ഒരു ഫണ്ട് രീതിയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനകത്ത്. മറ്റൊരു സംശയമുള്ളത്, ഇപ്പോൾ വേനലവധിയല്ലേ, അപ്പോൾ സ്കൂളില്ലല്ലോ, പിന്നെ എന്തിനാണ് കുട്ടികൾ അവധി ചോദിക്കുന്നത്, അവധി എന്തിനാണ് കൊടുക്കുന്നതൊക്കെ സാധാരണക്കാർ പലരും ചോദിക്കുന്നുണ്ട്. അത് കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോളേജുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ട്യൂഷൻ സെന്ററുകൾ, CBSEയുടെ +1 +2 സ്കൂളുകൾ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അത്തരം സ്കൂളുകളെല്ലാം തന്നെ ഉണ്ട്. അത്തരം കുട്ടികളാണ് കൂടുതലും ചോദിക്കുന്നതെന്ന് പറയാം, അവധി ചോദിക്കുന്നത്.